اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فصل لربك وانحر. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ വിശുദ്ധമായ ജീവിതം ആഗ്രഹിച്ച് ജീവിതത്തിലുടനീളം നിലനിർത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും സൂക്ഷ്മതയോടുകൂടി മരിക്കുന്നത് വരെ സൽക്കർമ്മനിരതമായി സന്മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും അവൻ നമുക്കേവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസറിലെ 2-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിതരായ വിശ്വാസികൾ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടക്ക് ധാരാളം ഇബാദത്തുകൾ നിരന്തരമായി നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് എടുക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധനകൾ നിർവഹിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ നിഖില മേഖലകളും ആരാധനാബന്ധിതമായതുകൊണ്ട് ഉദാത്തമായ ഉന്നതമായ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം നമുക്ക് ഈ ലോകത്തും അതിൻ്റെ പ്രതിഫലമെന്നോണം മോക്ഷം പരലോകത്തും സ്വർഗ വഴിയിൽ എത്തിപ്പെടുകയും ചെയ്യും. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ ഇബാദത്തുകളിൽ ഹജ്ജിന്റെയും ബലിപെരുന്നാളിന്റെയും സീസണിൽ വിശ്വാസി സമൂഹം പ്രാധാന്യത്തോടെ പ്രധാന പ്രത്യേകതകൾ മുന്നിൽ വെച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഇബാദത്താണ് ഉളുഹിയ്യത്ത്, ബലി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള തഖർറുബ്, അടുപ്പവും അള്ളാഹുവുമായുള്ള ബന്ധവും വിവിധ തരത്തിൽ നമ്മൾ ഇബാദത്തിലായി ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ മാത്രം തൃപ്തി ആഗ്രഹിച്ച് അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ബലി അറുക്കുക എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കൽപ്പനയാണ് ആമുഖമായി ഓതിവെച്ച ആയത്ത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. പ്രവാചകരെ, താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറയാണ്. അപ്പം അനുഗ്രഹങ്ങൾ ലഭിച്ചവർ അതിൻ്റെ ശുക്ർ എന്നോണം നിർവഹിക്കേണ്ട ഇബാദത്തായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ നമസ്കാരം നിർവഹിക്കണം, സ്വലാത്ത് കൃത്യമായി നടത്തണം. അതിൻ്റെ കൂടെ വൻഹർ എന്നാണ്. നഹറ എന്ന് പറഞ്ഞാൽ ബലി അറുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹജ്ജ് ആരംഭിക്കുന്ന ദിനം യൗമു തർവിയ, രണ്ടാമത്തെ ദിനം യൗമു അറഫ, ബലിപെരുന്നാളിന്റെ ദിനവും ഹജ്ജിന്റെ മൂന്നാമത്തെ ദിനവും യൗമുൻ നഹർ, ബലിയുടെ ദിനമാണ്.
അപ്പൊ ബലി പെരുന്നാള് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന, കാതോർക്കുന്ന ആളുകൾക്ക് പെരുന്നാൾ അത് ബലി പെരുന്നാളാക്കി മാറ്റണമെങ്കിൽ ഇബാദത്തിൽ നിഷ്കർഷിക്കപ്പെട്ട ബലിയിൽ പങ്കാളികളാകണം. അതാണ് ഫസ്വല്ലി റബ്ബിക വൻഹർ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പ്രവാചകരെ താങ്കൾ ബലി അറുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബലിയുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം ബലി അറുക്കേണ്ടത്, ഉരുക്കള അറുക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം പല ആളുകളും നേർച്ചയുടെ പേര് പറഞ്ഞ്, അതേപോലെ തന്നെ പല അറവുകളിലും പടച്ച റബ്ബിന് പുറമെയുള്ള ആളുകൾക്ക് അവരുടെ പേരിൽ അവരുടെ പ്രീതി ആഗ്രഹിച്ച് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ബലി അറുക്കാറുണ്ട്. പാടില്ല തന്നെ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്, ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവിന് പുറമെ അറുത്തു കൊടുക്കുന്നതിന്. അല്ലാഹുക്ക് പുറമെയുള്ളവർക്ക് അറുത്തു കൊടുക്കുക, ബലി അർപ്പിക്കുക എന്നുള്ളത് അള്ളാഹു ശപിച്ചിരിക്കുകയാണ് എന്ന് പറയാം. ഖാലൽ ഉലമാ, തഫ്സീറുൽ കബീറിൽ കാണാം, ലൗ അന്ന മുസ്ലിമൻ ദബഹ ദബീഹതൻ, ഒരു മുസ്ലിം ഒരു ഉരുവിനെ അറുക്കുകയാണ്, വഖസദ ബിദബഹിഹാ അത്തഖറുബ ഇലാ ഗൈരില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ളവരുടെ പ്രീതിയാണ്, അടുപ്പമാണ് അതുവഴി അവൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മുഹ്ദീസ് ഷെയ്ഖിന്റെ പേരിൽ ബലി അറുക്കുക, അറവ് നടത്തുക, റിഫായി ഷെയ്ഖിന്റെ പേരിൽ, അതല്ലെങ്കിൽ CM-ന്റെ പേരിൽ, അതല്ലെങ്കിൽ പാറപ്പള്ളിയിലേക്ക് ഒരാട് നേർച്ച അവിടുത്തെ വലിയനെ ഉദ്ദേശിച്ച്, അതല്ലെങ്കിൽ പുതിയങ്ങാടി യാഹും തങ്ങളുടെ പേരിൽ ഒരു പോത്ത്, അതല്ലെങ്കിൽ ഒരു കാള, അതല്ലെങ്കിൽ ഒരു കോഴി, ഇങ്ങനെ അറുക്കുന്നതിന് വേണ്ടി നേർച്ചയാക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? ആ വലിയകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അപ്പൊ തഖറുബ് ഇലാ ഗൈരില്ല, അള്ളാഹ്ക്ക് പുറമെയുള്ളവരുടെ അടുപ്പം ആദ്യം ആഗ്രഹിക്കുക. സ്വാറ മുർത്തദ്ദൻ എന്നാ പറഞ്ഞത്. എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ അങ്ങനെ അള്ളാഹ്ക്ക് പുറമെയുള്ളവരുടെ പേരിൽ അറവ് നടത്തി കഴിഞ്ഞാൽ സ്വാറ മുർത്തദ്ദൻ, അവൻ മതപ്രശ്നനായി, അഥവാ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് അതിന്റെ ഗൗരവം. ആലോചിക്കുക. അപ്പൊ വിശ്വാസികൾ എന്താ നിർവഹിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ബലിയറുക്കാനുണ്ടോ, അറവ് നടത്താനുണ്ടോ? അത് ഇബാദത്താണോ? ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട കർമ്മമാണത്. അതാണ് സൂറത്തുൽ കൗസറിൽ പറഞ്ഞത്. മാത്രവുമല്ല, നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയിൽ വജ്ജഹത്തു ചൊല്ലുന്ന സമയത്ത് ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. വജ്ജഹത്തു വജിയലില്ലദീ ഫതറ സമാവാതി, അതിന്റെ അടുത്ത ഭാഗത്തേക്ക്, അടുത്ത വരികളിലേക്ക് പോയി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 162, 163 സൂക്തങ്ങളാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ പാരായണം ചെയ്യുന്നത്. വജ്ജഹത്തുവിന്റെ അവസാന ഭാഗത്ത് അതിൽ അള്ളാഹുവിനോട് നമ്മൾ പറയാ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും കൽപ്പിക്കുകയാണ്, അതുവഴി നമ്മൾ പ്രതിജ്ഞ പുതുക്കുകയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ, നബിയെ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, നുസുക്കി എന്ന് പറഞ്ഞാൽ ബലി എന്നാണ് അതിന്റെ ഒരു അർത്ഥം. വനുസുക്കി, എന്റെ ബലി. ജാഹിലിയ കാലത്ത് അറബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹ്ക്ക് പുറമെയുള്ളവർക്ക്, പല മതങ്ങളിലും അതറിയാം, അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്ന സമയത്തും പടച്ച റബ്ബിന് പുറമെയുള്ള ദൈവേതരായ ആളുകൾക്ക് വേണ്ടി ബലിയെറുക്കാറുണ്ടായിരുന്നു. അപ്പൊ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ വിശ്വാസി സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്, അത് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് പറയാൻ കൽപ്പിച്ചുകൊണ്ട്. അതാണ് ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലി, വമഹ്യാ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അവന് പങ്കുകാരില്ല എന്ന് പറയുന്നവരിൽ വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്, ഒന്നാമത്തെ പ്രഥമ മുസ്ലിമാണ് എന്ന് പറയാൻ ശിർക്ക് വരാതെ. അപ്പൊ ഇവിടെ ബലിയും ജീവിതവും നമസ്കാരമൊക്കെ ചേർത്ത് പറയുകയാണ്. ഒരിക്കലും ശിർക്ക് വരാതെ ഈ വക വിഷയങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ കഴിയണം. അപ്പൊ നിർവഹിക്കുന്നതൊക്കെ അള്ളാഹ്ക്ക് മാത്രം പിന്നെ നിർവഹിക്കുകയും വേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മതചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 32-ാം സൂക്തം, ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. ദാലിക വമൻ യുഅല്ലിം ശആയിറല്ലാഹ്,
ആരാണോ പടച്ച റബ്ബിന്റെ അടയാളങ്ങളെ, ശിആറുകളെ മഹത്വവൽക്കരിക്കുന്നത്, ആദരിക്കുന്നത് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, തീർച്ചയായും അത് ഹൃദയത്തിൽ ഭക്തിയുണ്ട്, ധർമ്മനിഷ്ഠയുണ്ട്, സൂക്ഷ്മതയുണ്ട് എന്നതിന്റെ തെളിവാണ്. അപ്പൊ നമ്മളിൽ ധർമ്മനിഷ്ഠ, സൂക്ഷ്മത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ഉരുവിടുന്നു, തിലാവത്തുൽ ഖുർആൻ നടത്തുന്നു. ഇതൊക്കെ സൂക്ഷ്മതയുടെ ഭാഗമായി പടച്ച റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി നിർവഹിക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഉളുഹിയ്യത്തിൽ ഒരു ഷെയർ ചേർന്നെങ്കിലും, അതല്ലെങ്കിൽ ഒരു ഉരുവിനെ ഒന്നിച്ചറുത്തെങ്കിലും ഈ ഭാഗം കൂടി ഇബാദത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത് നിർവഹിക്കപ്പെടാതെ പോകരുത്. പ്രത്യേകിച്ച് ബലിപെരുന്നാളുമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയറുക്കാൻ സന്നദ്ധത കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മോട് അത്രത്തോളമുള്ള കൽപ്പന അള്ളാഹു നൽകിയിട്ടില്ല. മനുഷ്യ ബലി അത് മുഖാന്തരം അള്ളാഹു നിരോധിക്കുകയും ചെയ്തു, അറുക്കരുത്. എന്നിട്ട് ഉരുവിനെ നൽകുകയാണ്, ആടിനെ നൽകുകയാണ്. അന്ന് മുതൽ അങ്ങോട്ട് ബലി തുടങ്ങുകയാണ്. അപ്പൊ ആ ബലി അറുക്കലിൽ സ്വന്തം മകനെ ത്യജിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗനിർഭരമായ ബലിയുടെ ആദർശനിഷ്ഠ സമർപ്പണ ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മയിൽ ഈദുൽ അദ്ഹയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കം നടത്തുന്നത് എങ്കിൽ ഒരു ഷെയറെങ്കിലും നമുക്ക് എടുത്തുകൂടെ? അതല്ലെങ്കിൽ രണ്ടാളുകൾ ഒരു ഉരുവിനെ ഒന്നിച്ചെറുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട് എങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ 3 ആള്, അതല്ലെങ്കിൽ 4 ആള്, 5 ആള്, 6 ആള്, 7 മാക്സിമം 7 ആളുകൾക്ക് ഒരു ഉരുവിനെ അറുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരാടിനെ ഒന്നിച്ചറുക്കാം. മാടിലാണ് എങ്കിൽ, അഥവാ പശു, കാള, പോത്ത്, മൂരി, ഒട്ടകം, ഇതിലൊക്കെ 7 ആളുകൾക്ക് ഷെയർ ചേരാവുന്നു. ആ ഷെയറിന് 7000 ചില്ലാൻ രൂപ ഓരോ മഹലിലും നാടുകളിലും, ചിലടത്ത് 8000, അതിൻ്റെതായിട്ടുള്ള റൈറ്റ് അനുസരിച്ച് ഒരു 7200 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇബാദത്തിൽ നമ്മൾ ഭാഗവാക്കാകുകയാണ്. ആ തഖ്വ കൂടി നമ്മൾ നേടിയെടുക്കുകയാണ്. അള്ളാഹുവിന്റെ ശിആറിനെ നമ്മൾ മാനിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹുവെ സൂക്ഷ്മത ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇതാളാകാനല്ല, ഇത്ര ഷെയർ എടുത്തു എന്ന് പെരുപ്പിച്ച് കാണിക്കാനല്ല, വലിയൊരു പോത്തിനെ ഒന്നിച്ചൊറ്റക്ക് തന്നെ ഞാനത് അറുത്തു എന്ന് ജനങ്ങളെ, നാട്ടുകാരെ അറിയിക്കാനല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ലുഹൂമുഹ അതിന്റെ മാംസം, വലാ ദിമാഉഹ അതിന്റെ രക്തവും, വലാകി യനാലുഹു തഖ്വാ മിൻകും നിങ്ങൾ അതിന് ഷെയർ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഒരു സൂക്ഷ്മത, അതിന്റെ ധർമ്മനിഷ്ഠയുണ്ടല്ലോ, പടച്ച റബ്ബേ ഇബാദത്തിൽ ഭാഗവാക്കായി, നിനക്ക് സമർപ്പിതനായി, അതുവഴി പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും അന്നം, ഭക്ഷണം, മാംസം അത് ഭക്ഷിപ്പിക്കുവാനുള്ള അവസരം, ആ നന്മയിൽ ഞാൻ പങ്കുചേർന്നു. അള്ളാഹുവെ നിന്റെ സവിധത്തിലുള്ള പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി തീർച്ചയായും അതിലേക്ക് ചേരണം. ആ ചിന്തയുണ്ടാകണം. അതിനുവേണ്ടി ആ ദുൽഹജ്ജ്, ഇപ്പൊ ദുൽഖഅദിന്റെ അവസാന വാരത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്, ദുൽഹജ്ജ് പിറക്കാനിരിക്കുകയാണ്. ഷെയർ ചേർന്ന ആളുകൾ, ഉളുഹിയ്യത്ത് നിയ്യത്താക്കുന്ന ആളുകളൊക്കെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ, യൗമുൻ നഹർ വരെ, അറുക്കുന്ന ദിനം വരെ നഖവും മുടിയും എടുക്കരുത് എന്ന്. കാരണം എന്തിനു വേണ്ടിയാ? അഥവാ എടുത്താൽ അതിനെ ബാധിച്ചു, പിന്നെ വലിയ പ്രയാസത്തിലായി പ്രായശ്ചിത്തം ചെയ്യേണ്ട വിധത്തിലാകൂല. പക്ഷെ എങ്കിലും അത് അതിൻ്റെ ഒരു മര്യാദയാണ്, അതിൻ്റെ ഒരു സുന്നത്താണ്. അങ്ങനെ നഖവും മുടിയും മുറിക്കാതെ നിങ്ങൾ കാത്തിരിക്കുക എന്നാണ്, ഓർത്തിരിക്കുക എന്നാണ്. അള്ളാഹുവിന്റെ ശിആറിൽപ്പെട്ട ഒരു കർമ്മത്തിന് വേണ്ടി ഞാൻ ഭാഗവാക്കായ ആ ഒരു ചിന്തയോടുകൂടി യൗമുൻ നഹർ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ബലി പെരുന്നാളിനെ ബലിയറവിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ അക്ഷരത്തോട് അക്ഷരാർത്ഥത്തിൽ പ്രതിബദ്ധത പുലർത്തുന്ന അവസരം, അതാണ് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഇനി വേറെ ചില ആളുകളുണ്ട്, അവർ പുതിയ കാലത്ത് ദീനിനെ കാലത്തിനൊപ്പിച്ച് വ്യാഖ്യാനിച്ച് ബുദ്ധിജീവികളായി ചമഞ്ഞുകൊണ്ട് ഈ ഒരു ബഹുസ്വര സമൂഹത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അഹിംസാവാദികളായി. ബലി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. അത് സമർപ്പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയ്യത്താകുന്ന പണം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി, അതിനുള്ള പാക്കേജ് അവർ അവതരിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ 5000 രൂപ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ഒരു മൗലവിനെ അതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രത്യേക ഖുർആനിന്റെ മാനവിക വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞ്, അഥവാ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും അസ്ലും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കേട്ടാൽ കുഴപ്പമില്ലല്ലോ, എന്തിനാണ് ഒരാടിനെ അറുക്കണത്, വേദനിപ്പിക്കുന്നത്? എന്തിനാണ് പോത്തിനെ അറുക്കണത്? ബലിപെരുന്നാളിന് മാത്രം അഹിംസ. അതുവരെ ബ്രോസ്റ്റ് അടിക്കുക, ചിക്കൻ അടിക്കുക, മനസ്സിലായില്ലേ? മീന് തിന്ന, പച്ചക്കറി മുറിക്കുക, അതേപോലെ തന്നെ ബീഫ് ഫ്രൈ,
ഇതൊക്കെ കയറി കഴിക്കും. ബലിപെരുന്നാളിന്റെ എത്തിക്കഴിഞ്ഞാൽ അഹിംസ. അവിടെ ഉളുഹിയ്യത്ത്, പടച്ച റബ്ബിന് ഇബാദത്ത് നിർണയിച്ച് നിശ്ചയിച്ചുകൊണ്ട് പ്രീതി കാംക്ഷിച്ച് അഗതികൾക്കും അതല്ലാത്തവർക്കും ആവശ്യക്കാർക്കും ഒക്കെ പ്രോട്ടീനുള്ള മനുഷ്യന്റെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഓവറാക്കണ്ട. അതൊന്നും ഓവറാക്കാൻ പാടില്ല. കുലു വഷ്റബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫ്രിഡ്ജിൽ നിറച്ച് ഒന്നും രണ്ടും മാസം കഴിക്കാൻ കോലത്തിലേക്ക് ഉളുഹിയ്യത്തിന്റെ മാംസങ്ങളാക്കി വെക്കണമെന്നൊന്നും ദീന് പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പൊ അത് അതിനനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ കഴിക്കാൻ പാകത്തിൽ നല്ല ഭക്ഷണമാണ്. അതാണ് കുലു വഷ്റബു, നിങ്ങൾ തിന്നണം കുടിക്കണം. വലാ തുസ്രിഫു, അമിതമാക്കാൻ പാടില്ല. ആരോഗ്യരംഗത്ത് ഇസ്ലാമിന് ഒരു ആത്മീയത ഉണ്ട്. ആത്മീയതയുടെ ആരോഗ്യത്തിന്റെ ആത്മീയതയും നഷ്ടപ്പെടാത്ത വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അവന്റെ ഐഹിക ജീവിതം ഇസ്ലാമിക ജീവിത പദ്ധതിയിലൂടെ സമ്മാനിച്ചിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. നമ്മൾ തെറ്റിക്കുമ്പോഴാണ് അത് പ്രകൃതി വിരുദ്ധ ആകലും ഡിസോർഡർ ആകലും. മനുഷ്യന്റെ പല്ല്, ഡൈജഷൻ സിസ്റ്റം, ഇതൊക്കെ മാംസം കഴിക്കാൻ പാകത്തിലാണ്. മാംസം കഴിക്കാൻ മതി. എന്നാൽ ഒരു കടുവക്കൊരു സിംഹത്തിന് പുല്ല് തിന്നാൻ കഴിയില്ല. പശുവിന് മാംസം കഴിക്കാനും കഴിയില്ല. കാരണം അതിൻ്റെ ഒക്കെ പല്ലും ഡൈജഷൻ സിസ്റ്റം ആകുമല്ലോ. പക്ഷെ മനുഷ്യൻ മിശ്ര ബുക്കായതുകൊണ്ട് മാംസം കഴിക്കാൻ കഴിയും. പിന്നെ അതിനെ അഹിംസ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അത് പ്രകൃതി വിരുദ്ധ. പ്രകൃതിയിൽ പടച്ചറബ് നിശ്ചയിച്ചതാണ് മനുഷ്യർക്ക് ഇന്നതൊക്കെ കഴിക്കാമെന്ന നിലക്ക്. എന്നിട്ട് ആ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട അതിന്റെ മതപരമായ അനുഷ്ഠാനത്തിൽ അറുക്കുന്ന സമയത്തിൽ പറഞ്ഞ മര്യാദകൾ വളരെ പെട്ടെന്ന് അറുക്കണം. അതൊക്കെ സയന്റിഫിക്, ശാസ്ത്രീയ, കാരുണ്യമുള്ളതാണ്. അപ്പോൾ പെരുന്നാളില്ലാത്ത സമയത്തൊക്കെ എല്ലാ അറവും കാര്യങ്ങളും ജീവനുള്ള പച്ചക്കറി മുതൽ അങ്ങോട്ട്, അതേപോലെ തന്നെ വിവിധ മാംസങ്ങൾ ലഭിക്കുന്ന ജീവികളെയൊക്കെ അറുത്ത് കച്ചവടമാക്കി അതൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തോട് ബലിപെരുന്നാൾ വരുമ്പോൾ ഇസ്ലാമിക സമൂഹത്തെ വീണ്ടും പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുന്ന കോലത്തിലേക്ക് ബലിപെരുന്നാളിനെയും ബലി അറവിനെയും ഒക്കെ മാറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം, അല്ലേ? അപ്പൊ 5000 റുപ്യ കൊടുത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കുക, 3000 റുപ്യ കൊടുത്താൽ നിങ്ങളുടെ അങ്ങനെ 10 ആളും വാരുന്ന മുച്ചക്ര വാഹനം വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റുകൾ വരും. അത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നല്ലതൊന്നും അല്ല. ഇതൊരു ഇബാദത്താ. അത് നിലനിൽക്കണം. ഒരു സമൂഹത്തിൽ, ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ അതിന്റെ ഷിആർ ഉണ്ടാകണം. അതുവഴി ഒരുപാട് ആളുകൾക്ക് അന്നം ലഭിക്കണം. 2 പെരുന്നാളിലും അങ്ങനെയാ. ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടാണ് ചെറിയ പെരുന്നാൾ, ഫിത്ർ പെരുന്നാൾ, അല്ലേ? അവിടെ ഫിത്ർ സക്കാത്ത് ടൺ കണക്കിന് അരി അന്നമായി അഗതികൾക്ക് ലഭിക്കുകയാണ്. അതേപോലെ ബലിപെരുന്നാളിന്റെ മാംസം. അപ്പൊ ഇസ്ലാമിന്റെ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ അതിൻ്റെ ഒരു മനുഷ്യപ്പറ്റുണ്ട്. അതൊരു പ്രകൃതിപരാണ്, അല്ലേ? അത് കൃത്യമായി നേരെ ചൊവ്വേ ചിന്തിക്കുന്ന സമയത്ത് അതല്ല ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ പ്രയാസമുണ്ട്. അപ്പൊ ഈ ബലിയുമായി ബന്ധപ്പെട്ട അറവുമായി ഈ 2 കാര്യങ്ങൾ, ഒന്ന് അതിന്റെ ഒരു യുക്തിയും ബുദ്ധിയൊക്കെ പറഞ്ഞ് ബുദ്ധിജീവികൾ ചമഞ്ഞ് യഥാർത്ഥ യുക്തി ഇല്ലാത്തതിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ ബലിയും അറവും നടത്തി പടച്ചറബിന് പുറമെയുള്ളവർക്ക് സമർപ്പിച്ച് ഷിർക്കിലേക്ക് എത്തുന്നതിനെയും ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷയാണ് പ്രതിവർഷം ബലിപെരുന്നാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഉളുഹിയ്യത്ത്. അതിൽ ആത്മാർത്ഥമായി പങ്കുചേരുക, അതൊരു ഇബാദത്തിന്റെ നിറവിൽ നിർവഹിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിക്കുകയും ചെയ്യുക. അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ വലിയ സമ്പത്തൊന്നും വേണ്ട. ഒരു 7000 റുപ്യ 8000 റുപ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വർഷത്തിലൊരിക്കൽ സമാഹരിച്ചാൽ മതി. വർഷത്തിലൊരിക്കൽ ഒന്നിച്ചൊരു ഉരുവിനെ അറുക്കാനില്ലെങ്കിൽ 7ൽ ഒരു ഷെയർ എടുത്താൽ മതി. അതിന് അവസരം ഉണ്ടായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ബലി അറവിൽ പങ്കെടുക്കാതെ ഉളുഹിയ്യത്തിന് പിന്നെ ബലിപെരുന്നാളിന് ഈദ്ഗാഹിലേക്കോ പള്ളിയിലേക്കോ ഒക്കെ പുതുവസ്ത്രം ധരിച്ചു പോകുമ്പോൾ ആ ബലിപെരുന്നാളിന്റെ ഒരു ആത്മാവാണ്ട് പൂർണ്ണാകൂല. പ്രവാചകന്റെ ഹദീസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ സഅതൻ ഒരാൾക്ക് അത്യാവശ്യം സൗകര്യങ്ങളും സംവിധാനങ്ങളും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ട്, ബലി അറവ് നടത്താൻ വേണ്ടിയിട്ട് ഉളുഹിയ്യത്തിൽ ഷെയർ ചേരാൻ. അങ്ങനെ പക്ഷേ ഫലം യുദഹി, അവൻ എന്ത് ചെയ്തില്ല, ഫലം യുദഹ, അവന് ബലി അറുത്തിയില്ല, ഷെയർ ചേർന്നില്ല. ഫലാ യഹ്ദുർ മുസല്ലാനാ, അവന് ഈദ് നമസ്കാര സ്ഥലത്തേക്ക് വരാതിരിക്കട്ടെ എന്നാണ്. ബലിപെരുന്നാളിന്റെ നമസ്കാരത്തിന് അവന് പങ്കെടുക്കാതിരിക്കട്ടെ എന്നാണ്. ബലി നടത്താനുള്ള ഒരു സൗകര്യ സംവിധാനം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിട്ട് അതിനൊരു ആസൂത്രണം നടത്തി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വർഷത്തിൽ ആ വക വിഷയത്തിൽ ഒന്ന് ചേർന്ന് അങ്ങനെ പെരുന്നാളിനെ പെരുമയുള്ള നാളാക്കി മാറ്റാൻ ശ്രമം നടത്താത്തവൻ, ദീനീപരമായി ചിന്തിക്കാത്തവൻ, വെറുതെ ഒരു പെരുമക്ക് വേണ്ടിയിട്ട് പെരുന്നാൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ പ്രവാചകന്റെ ഹദീസ് ഉണ്ടാകുമ്പോൾ മുഖവിലക്കെടുക്കണം ഈ വർഷം. അതുകൊണ്ട് നമ്മുടെ ഉളുഹിയ്യത്തിൽ തീർച്ചയായും ഭാഗവാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർവഹിക്കുന്ന ഇബാദത്തിൽ അറവ് എന്ന ബലി എന്ന ഉളുഹിയ്യത്ത് എന്ന ഇബാദത്ത് കൂടി നിർവഹിക്കുവാൻ നമ്മൾ സന്മനസ് കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി യഥാസമയത്ത് ദീനീ ബോധം നിലനിർത്തേണ്ട വിധത്തിൽ നിലനിർത്തി അങ്ങനെ മുത്തഖീങ്ങളും മുവഹിദുകളും മുതവക്കിലീങ്ങളുമാകുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കിയ മണ്ണിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. മക്ക മദീന കഴിഞ്ഞാൽ പിന്നെ ഫലസ്തീൻ, ബൈത്തുൽ മഖ്ദിസ്, ഫലസ്തീനിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 2 വർഷമായി നമുക്കറിയാം. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം വായിച്ചപ്പോൾ മുഹമ്മദ് അജ്ജാർ എന്ന് പറയുന്ന 9 വയസ്സുകാരൻ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 2 കൈയും നഷ്ടപ്പെട്ടു. എന്നിട്ട് ഉമ്മാനോട് പറയാണ്, ഉമ്മ, ഞാൻ ഇനി എങ്ങനെയാണ് നിങ്ങളെ കെട്ടിപ്പിടിക്കുക എന്ന്. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എന്നാൽ 2 കൈ പോയിട്ട് തല പോലുമില്ലാത്ത ഉടലുകൾ ഛിന്ന ഭിന്നമായി പോയ കബന്ധങ്ങളായി കുഞ്ഞുങ്ങൾ മാറാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? 50,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ലോകം എവിടെ? മനുഷ്യാവകാശം എവിടെ? ഐക്യരാഷ്ട്രസഭ എവിടെ? OIC-യും GCC-യും എവിടെ? മനുഷ്യപ്പറ്റുള്ള മനുഷ്യരെവിടെ? ആധുനികത, AI, ജനാധിപത്യം, മതേതരത്വം, മനുഷ്യാവകാശം പെരുമ്പറ മുഴക്കുന്ന ഈ ആധുനിക കാലത്ത് ആധുനിക കൾച്ചേർഡ് മനുഷ്യൻ കാണാതെ ഓരോരുത്തരും അവനവനുസത്തിലേക്ക് ചുരുങ്ങി ഓരോ രാജ്യവും അവരവരുടെ നയതന്ത്രങ്ങൾ മാത്രം അതിനുവേണ്ടി കരുക്കൾ നീക്കി കാര്യം നേടിയെടുത്ത് ഈ ഭൂമിയിൽ മനുഷ്യ മക്കൾ കൊന്നൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വൃത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നയതന്ത്രം അതിർത്തിയൊന്നുമില്ല. ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതാ ഇസ്ലാമിന്റെ ഡെഫിനിഷൻ, ഹദീസിന്റെ അല്ലേ. നമുക്ക് ഉപജീവനം നൽകുന്ന രാജ്യവും ഭരണാധികാരികളും ആകാം, പക്ഷെ രാജ്യത്തെ നമ്മൾ വിമർശിക്കൂല. ഭരണാധികാരികൾ വിമർശനാതീതരല്ല. മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള പ്രമത്തതയുമായിട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കണ്ടേ? നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും ഒരു അറുതി വരുത്താനുള്ള ശ്രമം. നമ്മൾ വിചാരിക്കും അള്ളാഹ് എന്താ സഹായിക്കാത്തത്? അള്ളാഹ് സഹായിക്കും. നമ്മളെടുത്തുള്ളത് ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹിന്റെ സഹായം. എല്ലാ മനുഷ്യ കഴിവിന്റെ ഉള്ളിൽപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും അറുതിയില്ല എങ്കിൽ അഭൗതികമായി, അദൃശ്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹിന്റെ സഹായം ഇറങ്ങും. അതാ ചെങ്കടലിന്റെ മുമ്പിൽ വെച്ച് മൂസാ നബി, കടലാണ് മുന്നിൽ, പിറകെ ഫിർഔനും കൂട്ടരും വരികയാണ്. എത്നിക് ക്ലൻസിങ്, വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയിട്ടാണ് ആ വരുന്നത്. ഒന്നുമില്ല, അള്ളാഹിനോടാണ് തേടുക. ഇന്ന മഅയ റബ്ബി സയഹ്ദിൻ, ഇന്ന അല്ലാഹു, നിന്റെ സഹായം, അതല്ലാതെ വേറെ ഒരു രക്ഷപ്പെടില്ല. അപ്പോഴും അള്ളാഹിന്റെ കൽപ്പന കയ്യിലുള്ള വടി കടലിലടിക്കാനാണ്. എന്റെ ആ കടല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് ആ വടി കടലിൽ അടുപ്പിക്കാതെ തന്നെ വഴിത്താര 2 ഭാഗത്തേക്കും ജലത്തെ മാറ്റി നിർത്തിയിട്ട് വഴി ഉണ്ടാക്കി കൊടുക്കുക അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ട് അല്ല. ഇതിനൊക്കെ ഒരു കാര്യകാരണ ബന്ധങ്ങൾ. അവസാനത്തേത് ഉപയോഗപ്പെടുത്തണം എന്നാ അതാ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹിന്റെ അഭൗതിക സഹായം ഉണ്ട് വരാം. ഇവിടെ എന്താ ഉപയോഗപ്പെടുത്തിയത്? ട്രംപ് വന്നു പോയി 12 ലക്ഷം കോടിയുടെ പ്രതിരോധ കരാർ വാങ്ങിയിട്ടാ പോയത് സൗദിയിൽ നിന്ന്. ഖത്തറിൽ നിന്ന് 3000 കോടിയിലധികമുള്ള ഫ്ലൈറ്റ് സമ്മാനമായിട്ട് കൊടുക്കുക. എന്തിനാ കൊടുത്തത്? ഞാൻ ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടിയില്ല. പലസ്തീൻ പ്രശ്നം രമ്യമായി പരിഹരിച്ചതിന്റെ ഗിഫ്റ്റ്. നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്തിനാ? SLC +2 ഒക്കെ റിസൾട്ട് എന്ന ഉപഹാരവും ചടങ്ങൊക്കെ നടക്കും. എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണ്ടേ? അല്ലെങ്കിൽ ഒരു പ്ലസ് വേണ്ടേ? 3000 കോടിയിലധികം രൂപയുള്ള ഫ്ലൈറ്റ് സമ്മാനമായിട്ട് കൊടുക്കുക. ആര്? അമേരിക്കയിൽ ഏറ്റവും ബിലോ ആവറേജിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റിന്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ജെറൂസലേം ഭാഗത്ത് വെസ്റ്റ് ബാങ്കിലേക്ക് ബൈഡന്റെ കാലത്ത് വെസ്റ്റ് ബാങ്കിൽ ജൂതന്മാരുടെ കുടിയേറ്റം നടത്തിക്കഴിഞ്ഞാൽ ആ ജൂതന്മാർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു കരാറുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ ആ കരാറാണ് നീക്കം ചെയ്തത്. വെസ്റ്റ് ബാങ്കിലും ജൂതന്മാർക്ക് കുടിയേറ്റം നടത്താം. ഇത് വെറുതെ പറയില്ല, കോതന്റിക്ക് റിപ്പോർട്ടുകളാണ്. അങ്ങനെ ഓരോ പിന്നെ ആയുധം ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നത് ആരാ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇസ്രായേൽ ആണെന്ന് അറിയാത്തത് ആർക്കാണുള്ളത്? ഒരു ഇട്ടാവട്ടത്തുള്ള ഒരു ജില്ലയുടെ, കോഴിക്കോട് ജില്ലയുടെ, മലപ്പുറം ജില്ലയുടെ ഒരു പകുതിയുള്ള ഒരു സ്ഥലം, അതിന്റെ പകുതിയുള്ള ഒരു സ്ഥലം അവരാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും. എന്നിട്ടിപ്പോ യൂറോപ്യൻ യൂണിയൻ, UK, ഫ്രാൻസ്, പോർച്ചുഗൽ, UK ഒക്കെ വ്യാപാര കരാർ നിർത്തുക അവരായിട്ട്. യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം എന്തൊക്കെ. എന്നിട്ട് OIC
GCC അവിടെ സൗദിയിൽ വന്നിറങ്ങണ്, പോകുന്നു. UAE വന്നിറങ്ങണ്, മുടികൊണ്ട് ഡാൻസാ, മുടികൊണ്ടുള്ള പ്രത്യേക നൃത്തങ്ങൾ ആർക്ക്? ഈ ട്രംപിനെ സ്വീകരിക്കാൻ വേണ്ടി. ഖത്തറിന് ഫ്ലൈറ്റ്, മറ്റൊരുത്ത് ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ ബിസിനസ്, ഇതൊക്കെ നടത്തി പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ കരുക്കളെങ്കിലും ഒന്ന് നീക്കി ഒരു ആസൂത്രണം നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, തവക്കുലുണ്ടാവും. ദുനിയാവ് കുറച്ച് കുറയും ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉപരോധത്തിലേക്ക് കടക്കുക, UK വ്യാപാര കരാർ നിർത്തിവെക്കുക, ഇതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, OIC 157 രാജ്യങ്ങൾ, ഇവരൊക്കെ ഇസ്രായേലുമായുള്ള ബന്ധം കംപ്ലീറ്റ് കണക്ഷൻ വിച്ഛേദിക്കേണ്ട കാലം കഴിഞ്ഞിട്ട് എത്രയായി? മാർച്ച് 18 സന്ധി ലംഘിച്ചു സയണിസം. മാർച്ച് 18 ഒരു 2 ആഴ്ചയോളം സമാധാനം ഉണ്ടായി. ബന്ദികളൊക്കെ കൈമാറ്റമൊക്കെ നടന്നിങ്ങനെ മുന്നോട്ട് പോകുകയാണ്. നേരെ ചൊവ്വെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നെതന്യാഹുവിന്റെ അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടുന്നു എന്ന് കണ്ട സമയത്ത് അതാ വീണ്ടും അറ്റാക്ക് തുടങ്ങി. മാർച്ച് 18 ലോകത്തിന് ഇത് അറിയാവുന്നതാണ്. എന്നിട്ട് ആ അറ്റാക്ക് തുടങ്ങിയിട്ട് മാർച്ച് 18 ഇപ്പം മെയ് ഡേറ്റ് എത്രയായി? ഈ 2 മാസം കൊണ്ട് 3000 ആളുകളെ കൊന്നു തീർത്തു. ആ 3000 ആളുകളിൽ 600-ലധികം കുഞ്ഞുങ്ങൾ മാത്രം. നമ്മളൊക്കെ സ്കൂൾ തുറക്കാൻ പോവാ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുസ്തകമാണ് അല്ലേ? അവിടെ ഉമ്മമാര് രാവിലെ ആയിക്കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മമാര് രാവിലെ പ്രഭാതത്തിൽ കുട്ടികളുടെ കയ്യിൽ പേരെഴുതുക, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞാരാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതാ ഗസയുടെ അവസ്ഥ, അതാ ഫലസ്തീൻ്റെ അവസ്ഥ. ട്രക്കുകൾ അതിർത്തിയിൽ കെട്ടിക്കിടക്കുക, 1000, 1500, 2000, 3000, 4000 ട്രക്കുകൾ ഭക്ഷണവുമായിട്ട് അവിടെ കിടക്കുക. സമ്മതിക്കുന്നില്ല നെതന്യാഹു, സമ്മതിപ്പിക്കാൻ സാധിക്കുന്നില്ല. നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നില്ല, ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ കഴിയുന്നില്ല, സർവ്വമാളുകളിൽ നിന്നും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ യുദ്ധത്തിലേക്ക് ഡയറക്റ്റായി പ്രവേശിക്കുന്നില്ലെങ്കിലും ഒരു ഇഞ്ചെങ്കിലും ഒരു ദിനം 500 ട്രക്കുകൾ ഗസയിലെ പട്ടിണി തീർക്കാൻ ആവശ്യം. ഐക്യരാഷ്ട്രസഭയാ പറഞ്ഞത് 48 മണിക്കൂറിൽ അടിയന്തര സഹായം ഗസയിൽ എത്തിയില്ല എങ്കിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. മുസ്ലിം രാഷ്ട്രത്തിന്റെ റിപ്പോർട്ടല്ല, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. 14,000 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. 5-10 അതിൻ്റെ അടിയിലെ ട്രക്കുകൾ മാത്രം കയറ്റിവിടാൻ. ഒരു ദിവസം 500 ട്രക്കുകളുടെ ഭക്ഷണം എത്തേണ്ട സ്ഥലത്ത്. അതൊക്കെ ലോകത്ത് നടക്കുന്നതൊക്കെ നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടണം, തേടിക്കൊണ്ടിരിക്കണം. ആരൊക്കെ പ്രാർത്ഥന കബൂലാക്കുമെന്ന് പറയാൻ സാധ്യമല്ല. അവർ കൊല്ലപ്പെട്ടവരും കുഞ്ഞുങ്ങളായിരുന്നാലും കൊല്ലപ്പെട്ട ആരായിരുന്നാലും അള്ളാഹിന്റെ കോടതിയിൽ സ്വർഗത്തിൽ രക്തസാക്ഷികളാണ്. അവരുടെ കൊല്ലപ്പെടൽ നമുക്ക് പ്രത്യക്ഷ സങ്കടം ഉണ്ടാക്കുന്നുവെങ്കിലും ആത്മീയമായി, മതപരമായി, സ്പിരിച്വലായി ചിന്തിക്കുമ്പോൾ ഒരു ഇറ്റേണൽ അനശ്വരമായ ലോക അള്ളാഹ് സംവിധാനിച്ചത് കൊണ്ട് എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പോൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ, ഈ ലോകത്ത് നീതി കിട്ടാതെ പോയവർക്കൊക്കെ നീതി നൽകുന്ന ഒരു ലോകം വരാനുള്ളത് കൊണ്ട് നമ്മൾ ഫാത്തിഹയുടെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പാപ്പാന്റെ ഉമ്മാന്റെ മക്കളുടെ മയ്യത്തിസ്കരിക്കുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്കാണ് സർവസ്തുതി. മയ്യത്തിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതണം, ഈ ഫാത്തിഹ ഓതണം. എന്ത്? മരിച്ചു വിരിഞ്ഞ് മയ്യത്തിസ്കരിക്കുമ്പോൾ ഈ ഫാത്തിഹ ഓതി പഠിപ്പിക്കുന്നത്, ഈ ആശയം പഠിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങൾ സങ്കടപ്പെടേണ്ട, അള്ളാഹിനെ സ്തുതിച്ചോളൂ. വാപ്പാനെ, ഉമ്മാനെ, മക്കളെ, സഹോദരനെ, സഹോദരിയെ ആരൊക്കെ മരിച്ചു പിരിഞ്ഞോ അവരൊക്കെ നിങ്ങൾക്ക് പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ പ്രതീക്ഷ ഉണ്ട്. പക്ഷെ എങ്കിലും ഭൗതികമായ നീക്കങ്ങൾ നടത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ശ്രമം നടത്തേണ്ടവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു ഇസ്സത്തും തൻ്റെ ഇടവും നീക്കങ്ങൾ നടത്തുവാനുള്ള ഇൽമും ബോധവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി, പീഡിത ജനവിഭാഗത്തിന് വേണ്ടിയിട്ടും അതിൽ ഇടപെടേണ്ടവർക്ക് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അവിടുത്തെ സാമ്രാജ്യത്തിൽ നടത്തിയ ആ മണ്ണിനെ രക്തപങ്കിലമാക്കിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവി പ്രദാനം ചെയ്യുമാറാകട്ടെ, പരിഹാരത്തിലേക്ക് നാഥൻ എത്തിക്കുമാറാകട്ടെ. ആ മണ്ണിന്റെ മക്കൾക്ക് ആ മണ്ണ്, ആ രാജ്യം സ്വതന്ത്ര ഫലസ്തീനായി അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ പോരാട്ടങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാം നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കി തരുമാറാകട്ടെ. സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ നിർവഹിക്കാൻ പാകത്തിലുള്ള തസ്കിയത്ത്, തഖ്വ, ധർമ്മനിഷ്ഠ നേടിയെടുത്ത് ഇസ്ലാമിക ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദീനീ ബോധം അള്ളാഹു നമുക്കും മക്കൾക്കും ഇണകൾക്കും നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ തരത്തിലുമുള്ള അന്യായങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ സന്ധിയില്ലാ സംസാരവും സന്ധിയില്ലാ സമരവും നടത്താൻ, അങ്ങനെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാനുള്ള ആർജവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്തെയും സഹവർത്തനത്തിന്റെ, സാഹോദര്യത്തിന്റെ മണ്ണാക്കി നിലനിർത്തുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വീണ്ടെടുക്കേണ്ട കാലവും സമയവും നമ്മുടെ നാടിന്, ആഗോള സമൂഹത്തിന് അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികളായ ആളുകൾ, പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞവർ, അള്ളാഹു അവർക്കെല്ലാം ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് നാഥൻ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിന് യാത്ര ചോദിച്ച് പോയവർക്ക് അള്ളാഹു മഖബൂലും മബ്രൂറുമായ
പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നല്ല സംരംഭങ്ങളെയും സതുദ്യമങ്ങളെയും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ തരത്തിലുമുള്ള ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ അകറ്റുമാറാകട്ടെ. തൗഹീദിന്റെയും തസ്കിയത്തിന്റെയും തവക്കുലിന്റെയും തഖ്വയുടെയും തർബിയത്തിന്റെയും കൂടെ മരിക്കുന്നത് വരെ നിലയുറപ്പിക്കുവാനും മാതൃകാപരമായി ജീവിച്ചു മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്